വെൽക്കം ടു ഫോറക്സ് ഗോൾഡ് എക്സ്പേർട്ട്. മൈ നെയിം ഈസ് ധന്യ ജോർജ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് നമ്മുടെ VIP ട്രേഡിംഗ് ടെലഗ്രാം ചാനലിൽ നമ്മൾ കുറച്ച് അപ്ഡേഷൻസ് കൊണ്ടുവരുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ നമ്മുടെ ട്രെയിനിങ് സെഷൻസിന്റെ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ്. ട്രെയിനിങ് സെഷൻസ് മറ്റുള്ള ട്രെയിനിങ്ങിനേക്കാൾ കൂടുതൽ എന്തൊക്കെ പ്രത്യേകതകളാണ് നമ്മളുടെ ട്രെയിനിങ്ങിൽ ഉള്ളത് എന്നുള്ള കാര്യങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ VIP ട്രേഡിംഗ് ടെലഗ്രാം ചാനൽ നോർമലി നമ്മൾ പെർ ഡേ 1 സിഗ്നൽസ് ആയിരുന്നു പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ നമുക്ക് മാർക്കറ്റിൽ ഒരു 2-3 വീക്സ് ആയിട്ട് മാർക്കറ്റിൽ ഡേ ടൈമിൽ നമുക്ക് വളരെയധികം മൂവ്മെന്റ്സ് കുറവാണ്. ഒരു ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യാനൊക്കെയുള്ള ഒരു മൂവ്മെന്റ്സ് വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സിഗ്നൽ കൊടുക്കാനും കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. കൂടുതലും ഇൻട്രാഡേ ട്രേഡിംഗ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മൺഡേ മുതൽ നമ്മൾ ഒരു സ്കാൽപ്പിംഗ് ട്രേഡ് കൂടി ഇൻക്ലൂഡ് ചെയ്ത് ഒരു 3 to 4 മാക്സിമം സിഗ്നൽസ് നമ്മളുടെ VIP ട്രേഡിംഗ് ചാനലിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതായത് മാർക്കറ്റ് മൂവ്മെന്റ്സിനനുസരിച്ച് സ്കാൽപ്പിംഗ് ആകുമ്പോൾ അതിന്റെ SL കുറച്ച് കുറവായിരിക്കും. നോർമലി ഇൻട്രാഡേ ട്രേഡിംഗിൽ നമ്മൾ SL വെക്കുന്നത് ഒരു 10 to 14 അല്ലെങ്കിൽ $15 ഒക്കെയാണ് നമ്മൾ SL വെക്കാറുള്ളത്. സ്കാൽപ്പിംഗ് ആകുമ്പോൾ മാക്സിമം ഒരു $5 ഒക്കെ മാത്രമേ SL കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുള്ളൂ. നമുക്ക് മാക്സിമം പ്രോഫിറ്റും അതിൽ എടുക്കാനായിട്ട് സാധിക്കും. ആ രീതിയിലുള്ള ഒരു അപ്ഡേഷൻ ആണ് മൺഡേ മുതൽ നമ്മൾ നമ്മളുടെ ടെലഗ്രാം ചാനലിൽ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് സിഗ്നൽ മിസ്സാകുന്നതും ഒക്കെ വളരെയധികം കുറവായിരിക്കും. ഓരോ സമയത്ത് ഇരിക്കുമ്പോഴും അവർക്ക് സിഗ്നൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ കോൺടാക്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം. $15 ആണ് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ചാർജ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ റെഫറൽ ലിങ്കിന്റെ അണ്ടറിൽ ജോയിൻ ചെയ്യുന്നവർക്ക് നമ്മൾ ഫ്രീ സിഗ്നൽസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ട്രെയിനിങ് സെഷൻസിന്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പൊ നമ്മൾ ട്രെയിനിങ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 1 month കഴിഞ്ഞിട്ടുണ്ട് നമ്മളുടെ ഒരു ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ വളരെയധികം ഹാപ്പിയാണ്. കാരണം ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ വളരെയധികം സക്സസ്ഫുൾ ആയിട്ടാണ് നമ്മുടെ ട്രെയിനിങ് സെഷൻ മുന്നോട്ട് പോകുന്നത്. നമുക്ക് അപ്പോൾ നോർമലി കാണുന്ന ഒരു ട്രെയിനിങ് സെഷൻസിനേക്കാളും വളരെയധികം ഡിഫറെന്റ് ആയിട്ടാണ് നമ്മളുടെ ഒരു ട്രെയിനിങ് സെഷൻ ഉള്ളത്. കാരണം നമ്മൾ ഇൻഡിവിജ്വൽ ട്രെയിനിങ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് കൊടുക്കുന്നത്. ഗോൾഡിൽ മാത്രമാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. അതിൽ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കുത്തി നിറച്ച് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന യാതൊരു കാര്യങ്ങളും അതിലില്ല. കാരണം ഞാൻ വളരെയധികം സാധാരണക്കാരിയായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു സിമ്പിൾ ആയിട്ടുള്ള ആളുകൾക്കും എത്ര എഡ്യൂക്കേഷൻ ഇല്ല എന്ന് പറയല് ട്രേഡിങ്ങിനെ കുറിച്ച് ഒരു ബേസിക് കാര്യം പോലും അറിയാത്ത ഒരാൾക്ക് പോലും വളരെ സിമ്പിൾ ആയിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു സെഷനാണ് നമ്മൾ കൊടുക്കുന്നത്. ഇൻഡിവിജ്വൽ സെഷൻ വെച്ചിരിക്കുന്നതിന്റെ തന്നെ ഒരു കാരണം എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് പല രീതിയിലുള്ള അറിവുകളുള്ള ആളുകളായിരിക്കും. അപ്പൊ ചില ആളുകൾക്ക് അവരുടെ ഡൗട്ട്സ് ചോദിക്കാനോ ക്ലിയർ ചെയ്യാനോ ഒന്നും സാധിക്കില്ല. പല ആളുകളും മനസ്സിലാക്കുന്ന രീതികളും ഡിഫറെന്റ് ആണ്. പിന്നെ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ആളുകളുടെ മനസ്സിൽ ഒരു തോട്ട് ഉണ്ട്, ട്രേഡിംഗ് നമുക്ക് ഒരിക്കലും പഠിക്കാനായിട്ട് സാധിക്കില്ല, വളരെയധികം ബുദ്ധിമുട്ടാണ്, നമ്മളെ കൊണ്ട് ഇതൊന്നും സാധിക്കില്ല, അത്തരത്തിലുള്ള ഒരു തോട്ടുള്ള ആളുകളുണ്ട്. പിന്നെ ഒരുപാട് ട്രെയിനിങ് കൂടിയിട്ട് വരുന്ന ആളുകളും ഉണ്ട്. അപ്പൊ അവരുടെയൊക്കെ ഒരു ഓൾമോസ്റ്റ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ അടുത്ത് വരുന്ന ആളുകളൊക്കെ ഒരു 3 to 4 അല്ലെങ്കിൽ ഒരു 10 ട്രെയിനിങ് എങ്കിലും കൂടിയിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. അപ്പൊ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ ട്രെയിനിങ് ഒന്നും ഒട്ടും തന്നെ യൂസ്ഫുൾ ആയിട്ടില്ല. അവർക്ക് എവിടെ ട്രേഡ് എടുക്കണമെന്നോ എവിടെ എക്സിറ്റ് ആവണമെന്നോ എങ്ങനെ റിസ്ക് മാനേജ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എത്ര ലോട്ട് സൈസ് ആണ് എടുക്കേണ്ടതെന്നോ ഒന്നും യാതൊരു ഐഡിയയും ഇപ്പോഴും ഇല്ല. കുറെ ട്രെയിനിങ്ങുകൾ കൂടി കുറെ റെക്കോർഡഡ് സെഷൻ അവരുടെ കയ്യിലുണ്ട് എന്നല്ലാതെ അവർ വീണ്ടും സിഗ്നൽസുകളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മളുടെ അടുത്ത് VIP വരുന്ന ആളുകൾ പോലും പല ആൾക്കാരും ഒരുപാട് ട്രെയിനിങ് കൂടിയിട്ട് വീണ്ടും അവർക്ക് ട്രേഡ് എടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള സിഗ്നൽ ഗ്രൂപ്പുകൾ ഇപ്പോഴും നമുക്ക് ഉള്ളത്. നമുക്ക് എല്ലാവരും ട്രെയിനിങ് സെഷൻസ് നല്ല രീതിയിൽ കൊടുത്തിരുന്നെങ്കിൽ ആളുകൾ അതെല്ലാം എടുക്കുന്നുണ്ട്. അവർ ട്രേഡ് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നെങ്കിൽ അവർ വീണ്ടും ട്രെയിനിങ്ങിനായിട്ടോ അല്ലെങ്കിൽ സിഗ്നൽ ഗ്രൂപ്പുകളെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ വരുന്നില്ല. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കിയത് കൊണ്ടാണ് എന്റെ ട്രെയിനിങ് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ആളുകളെ കുത്തി നിറച്ചുകൊണ്ട് ട്രെയിനിങ് സെഷൻ ചെയ്യാനും താല്പര്യമില്ല. കാരണം എനിക്ക് അങ്ങനെ ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാനും സാധിക്കില്ല. കാരണം ഞാൻ ഇൻഡിവിജ്വൽ സെഷൻ ആണ് എടുക്കുന്നത്. നമുക്കൊരു ഡേ വരുമ്പോൾ ഏകദേശം ഒരു 12 hours ഒക്കെ നമുക്ക് ഒരു ദിവസം ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മളുടെ ട്രെയിനിങ്ങിൽ തന്നെ നമുക്ക് ആദ്യമേ ഒരു ഏകദേശം കുറച്ച് ആളുകൾ നമുക്ക് വന്നിരുന്നു. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു ഇവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ. അതുകൊണ്ട് തന്നെ കുറച്ച് ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ അവരത് ക്യാച്ച് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. എനിക്കൊരു 3 to 4 hours മാത്രം, ഒരു 4 സെഷൻസ് മാത്രമേ അവർക്ക് എനിക്ക് എടുക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളൂ. അതിനുള്ളിൽ തന്നെ അവർ ട്രേഡ്സ് എടുക്കാൻ വില്ലിങ് ആയി എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. പിന്നീട് അവർക്ക്
ചെറിയ ചെറിയ ഡൗട്ട്സുകൾ മാത്രമേ ഉള്ളൂ എടുക്കുന്നതിന്. അതായത് ലൈവ് മാർക്കറ്റിൽ വരുന്ന പെട്ടെന്ന് വരുന്ന ഒരു പേടി ടെൻഷന്റെ പുറത്തുണ്ടാവുന്ന ഒരു ചെറിയ ചെറിയ ഡൗട്ട്സുകൾ മാത്രമേ അവർക്ക് ഉണ്ടാവാറുള്ളൂ. അവർ ആ സ്പോട്ടിൽ തന്നെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പൊ ഞാൻ ആ സ്പോട്ടിൽ തന്നെ അവർക്ക് അത് റിപ്ലൈയും കൊടുത്ത് അവർക്ക് ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർ ഏതൊക്കെ, അതായത് പിറ്റേ ദിവസം, ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവർ എല്ലാ ദിവസവും വന്നിട്ട് അപ്ഡേറ്റ്സ് പറയാറുണ്ട്. ഇന്ന ട്രേഡ് ഞാൻ എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. അതുപോലെ തന്നെ അവർ എവിടെയാണ് ട്രേഡ് എടുത്തിട്ടുള്ളത്, എൻട്രി, എക്സിറ്റ്, എല്ലാ പോയിന്റ്സും മാർക്ക് ചെയ്തിട്ട് എനിക്ക് അതിന്റെ അയച്ചു തരാറുമുണ്ട്. അതിന്റെ സ്ക്രീൻഷോട്ട് കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു തരാറുമുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ട്രെയിനിങ് സെഷൻ കൊണ്ടുണ്ടായ ഒരു ഗുണം എന്ന് പറയുന്നത്, അവര് നമ്മുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എനിക്കും അവരുടെ ഒപ്പം ഇരുന്നിട്ട് കൂടുതൽ പഠിക്കാനായിട്ട്, ഇപ്പൊ ഈ സ്കാൽപ്പിംഗ് ട്രേഡ് ഞാൻ പൊതുവെ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. ഞാൻ കൂടുതൽ ഇൻട്രാഡേ, അതായത് സ്റ്റോപ്പ് ലോസ് കൂടുതൽ വെച്ചിട്ടാണ് ഞാൻ പൊതുവെ ചെയ്യാറുള്ളത്. പക്ഷെ എന്റെ കൂടെ ഇങ്ങനെ ട്രെയിനിങ്ങിന് ആൾക്കാർ വന്ന സമയത്ത് അവരുടെയൊക്കെ ഓരോ സജഷൻസ് വെച്ചിട്ടാണ് ഇപ്പൊ ഞാൻ സ്കാൽപ്പിങ്ങിലും കൂടി അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ഞാൻ പേഴ്സണലി ചെയ്തു നോക്കി, അവരും ചെയ്തു നോക്കി. അതുകൊണ്ട് തന്നെ എനിക്കത് VIP സിഗ്നൽ ആയിട്ടും ഇനി നാളെ മുതൽ, മൺഡേ മുതൽ എനിക്ക് കൊടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ ട്രെയിനിങ് സെഷൻ എന്ന് പറയുന്നത് മറ്റുള്ള ട്രെയിനിങ്ങുകളെക്കാൾ കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സെഷനാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇത് ഇൻഡിവിജ്വൽ സെഷനാണ്. ഇൻഡിവിജ്വൽ സെഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓരോ വ്യക്തിക്കും വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. കാരണം നമ്മളുടെ ഓരോരുത്തരുടെയും ടൈം എന്ന് പറയുന്നത് അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ടൈമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളെ ഇങ്ങനെ നിരത്തി ഇരുത്തിയിട്ടല്ല നമ്മൾ ട്രെയിനിങ് സെഷൻ എടുക്കുന്നത്. അതുപോലെ തന്നെ ഇതൊരു റെക്കോർഡഡ് സെഷനും അല്ല. അതായത് ഞാൻ ട്രെയിനിങ് ഞാൻ റെക്കോർഡ് ചെയ്യാറുണ്ട്, അത് എന്റെ ക്വാളിറ്റി പർപ്പസിന് വേണ്ടി ഞാൻ റെക്കോർഡ് ചെയ്യാറുണ്ട്. അല്ലാതെ ഇത് റെക്കോർഡ് ചെയ്തിട്ട് ഇത് കാൻഡിഡേറ്റ്സിന് കൊടുത്തിട്ട് അവരത് കേട്ട് പഠിക്കുന്ന ഒരു സിസ്റ്റം അല്ല ഇതിലുള്ളത്. ഇത് ലൈവ് മാർക്കറ്റിൽ മൺഡേ ടു ഫ്രൈഡേ കാൻഡിഡേറ്റ്സിനും എനിക്കും എന്താ പറയാ ഒരുപോലെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ടൈമിൽ ഇരുന്നിട്ട് ലൈവ് മാർക്കറ്റിൽ ഇരുന്നിട്ടാണ് നമ്മൾ ഈ ട്രെയിനിങ് കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നത്. ബാക്ക് ടെസ്റ്റ് കാര്യങ്ങൾ ഉണ്ടാവും. അതിനുശേഷം നമ്മൾ ലൈവ് മാർക്കറ്റിലാകുമ്പോൾ നമുക്കത് ഫോർവേഡ് ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ചെയ്തുകൊണ്ടാണ്, അതുപോലെ ട്രേഡ് എടുത്തുകൊണ്ട്, അതായത് ഞാൻ ചെയ്യുന്ന ട്രേഡ് എന്താണെന്നും അവരെടുക്കാൻ പോകുന്ന ട്രേഡ് എന്താണെന്നും എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായ ഒരു ക്ലാരിറ്റി വരുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ട്രെയിനിങ് സെഷൻ മുൻപോട്ട് പോകുന്നത്. ഇൻഡിവിജ്വൽ സെഷൻ എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ഒരു ഇതും ഇല്ലാതെ തന്നെ അവരുടെ എല്ലാ ഡൗട്ട്സും അവർക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. മറ്റുള്ളവർ കേൾക്കുന്നുണ്ടോ, മറ്റുള്ളവർ എന്നെ കളിയാക്കുമോ, ഇങ്ങനത്തെ ഒന്നും ഒരു പ്രശ്നങ്ങളും അവർക്ക് വരില്ല. നമ്മൾ മൈക്രോസോഫ്റ്റിന്റെ ടീംസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ഈ ട്രെയിനിങ് സെഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നോർമലി നമ്മൾ കാണുന്ന ട്രെയിനിങ് സെഷനേക്കാൾ കുറച്ച് പേയ്മെന്റ് ഇതിന് കൂടുതലാണ്. കാരണം ഇൻഡിവിജ്വൽ സെഷൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്തായാലും അതിന് പേയ്മെന്റ് കുറച്ച് കൂടുതലായിരിക്കും. പക്ഷെ എനിക്കൊരിക്കലും ഈ ഒരു ട്രെയിനിങ് സെഷന് വളരെയധികം പേയ്മെന്റ് കൂടുതലാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ട്രെയിനിങ് സെഷന്റെ വാല്യൂ മറ്റാരെക്കാളും നന്നായിട്ട് എനിക്കറിയാം. അതിന്റെ ക്വാളിറ്റിയും എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. പക്ഷെ അത് വരുന്നതിന് മുൻപ് ഒരു കാൻഡിഡേറ്റ്സിനോ ക്ലയൻസിനോ അറിയണം എന്നൊരു നിർബന്ധവും ഇല്ല. അവർ മറ്റുള്ള മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിങ് സെഷൻസുമായിട്ട് എന്റെ ട്രെയിനിങ് സെഷൻ കമ്പയർ ചെയ്യുകയും ചില ആളുകളൊക്കെ എൻക്വയറി ചെയ്യുമ്പോൾ തന്നെ വളരെ പരിഹാസത്തോടെയൊക്കെ നമ്മളോട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിലൊന്നും തോന്നാറില്ല. കാരണം അവർക്ക് അതിന്റെ വാല്യൂ അറിയില്ല. കാരണം എല്ലാവരും വിചാരിച്ചിരിക്കുന്ന ഈ ട്രെയിനിങ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ചതികൾ നമ്മളുടെ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഈ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് ഈ കോഴ്സ് വിറ്റിട്ടാണ് ജീവിക്കേണ്ടത്. എനിക്ക് എന്തായാലും ഒരു കോഴ്സ് വിറ്റുകൊണ്ട് ജീവിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ട്രേഡിംഗ് എടുക്കാനായിട്ട് അറിയാം. അതുപോലെ തന്നെ ഞാനൊരു ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടല്ല ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ടുള്ളത്. എനിക്ക് ഒരു 5 ഇയേഴ്സിന്റെ എക്സ്പീരിയൻസ് ഫോറക്സ് ഗോൾഡിലുണ്ട്. അതുപോലെ തന്നെ ഞാനായി സ്വന്തമായി ബിൽഡ് ചെയ്ത, അതായത് ഞാനൊരു ട്രെയിനിങ് കോഴ്സ് പഠിച്ചിട്ടല്ല ഞാൻ ട്രേഡിംഗ് എടുക്കാൻ തുടങ്ങിയത്. ഞാനൊരു വളരെ സാധാരണക്കാരിയായ ഒരാളായതുകൊണ്ട് തന്നെ പല യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ് എനിക്കും ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം നമ്മൾ വളരെയധികം സോർട്ട് ഔട്ട് ചെയ്ത് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാകുന്ന രീതിയിൽ എന്റേതായ ഒരു സ്ട്രാറ്റജി ഞാൻ ഉണ്ടാക്കിയെടുക്കുകയും അതുപോലെ തന്നെ ഹോൾ മാർക്കറ്റ് അനലൈസ് ചെയ്യാനായിട്ട് എന്റേതായ ഒരു സിമ്പിൾ സ്ട്രാറ്റജി ഞാൻ സ്വന്തം ബിൽഡ് ചെയ്തതാണ്. അപ്പൊ ആ ഒരു കാര്യമാണ് എനിക്ക് വരുന്ന ക്ലയൻസിനും ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ ക്ലാരിറ്റി എനിക്കുണ്ട്. അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട്സ് ചോദിച്ചു കഴിഞ്ഞാലും എനിക്കത് ക്ലിയർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. മറ്റൊരു ട്രെയിനിങ് കോഴ്സിൽ പോയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തുണ്ടാവില്ല. ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ എന്താണോ അതിനെക്കുറിച്ച് വ്യക്തമായ ക്ലാരിറ്റി എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക്
നമുക്ക് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് ഈ ട്രെയിനിങ് സെഷൻ മുൻപോട്ട് പോകുന്നത്. പിന്നെ ഇതിന്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറഞ്ഞിട്ട് ഇത് ഇന്ന ദിവസം അല്ലെങ്കിൽ ഒരു 2 മാസം കൊണ്ട് ഇത് തീരും, അങ്ങനത്തെ ഒരു ഇതൊന്നും ഇതിനില്ല. കാരണം ഓരോ വ്യക്തിയും എപ്പോഴാണോ എൻ്റെ ഒരു സഹായം ഇല്ലാതെ ആ വ്യക്തി ട്രേഡ് എടുക്കാൻ പ്രാപ്തരാകുന്നതെന്ന് അവരെന്നോട് പറയുന്ന ഒരു സമയമാണ് അതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അത് ഡിപ്പെൻസ് ആണ്, ഓരോരുത്തർ മനസ്സിലാക്കുന്ന രീതികൾക്കും അനുസരിച്ചിട്ടാണ് അത് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രെയിനിങ് സെഷന്റെ പേയ്മെന്റ് കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അത് ആരുടെയും ഇത് വെച്ചിട്ട് നമ്മളത് റിഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എൻ്റെ അടുത്ത് ജോയിൻ ചെയ്ത ആളുകൾ തന്നെ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പേയ്മെന്റ് കുറച്ച് കൂടുതലാണ്. പലപ്പോഴും അവർക്ക് ഡൗട്ട്സും ഉണ്ട്, പറ്റിക്കപ്പെടുകയാണോ നമ്മൾ, അതായത് ഇപ്പം ഒരുപാട് ആളുകൾ 3, 4, 5 ട്രെയിനിങ് എല്ലാം കൂടിയിട്ട് വന്നതാണ്. അതിനൊക്കെ തന്നെ ഓരോ ട്രെയിനിങ്ങിനും ഒരു 50K വെച്ചിട്ടൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ തന്നെ അത് കൂട്ടുമ്പോഴും പിന്നെ അതുപോലെ തന്നെ വീണ്ടും നമ്മൾ ആവശ്യമില്ലാതെ ട്രേഡ് എടുത്ത് നമുക്ക് വരുന്ന ലോസുകളും എല്ലാം കൂട്ടുമ്പോൾ വളരെ വലിയ ഹ്യൂജ് ലോസുകൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെതായ ഒരു ടെൻഷൻ ഓരോ വരുന്ന വ്യക്തികൾക്കും ഉണ്ടാകും. അപ്പൊ ആ ഒരു ടെൻഷനും കാര്യങ്ങളുമാണ് നമ്മളുടെ അടുത്ത് അവർ ഷെയർ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഡൗട്ട്സ് ആണ്, ഇത്രയും ഒരു എമൗണ്ട് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ വീണ്ടും ഒരു ചതിയിലേക്കായിരിക്കുമോ പോകുക എന്നുള്ള ഒരു ടെൻഷൻ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അതിനെ ഒരിക്കലും നമുക്ക് കുറ്റം പറയാനായിട്ട് സാധിക്കില്ല. പക്ഷെ അത് വന്ന് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അവർ നമ്മളുടെ അടുത്ത് മാറ്റി പറയുകയും ചെയ്യും. കാരണം ഇതിന് ഇത്രയും വാല്യൂ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഫീസ് ഒട്ടും കൂടുതലല്ല എന്നുള്ള ഒരു കാര്യം അവർ നമ്മുടെ അടുത്ത് പറയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. കാരണം നമ്മളുടെ കൊടുത്ത ആളുകൾക്ക് തന്നെ ഇത് വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം എനിക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി കോൺഫിഡൻസ്, ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപത്തേക്കാൾ കോൺഫിഡൻസ് എനിക്ക് ഇപ്പം അതിലുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ എനിക്ക് പഠിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അവർ ഓരോ ഡൗട്ട്സ് ചോദിക്കുമ്പോൾ അതെല്ലാം ഞാൻ പഠിച്ചിട്ട് മാത്രമേ, എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് മാത്രമേ എനിക്ക് അവർക്ക് റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ എൻ്റെ ഒരു ട്രേഡിംഗ് കപ്പാസിറ്റി കൂടി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ബെനിഫിറ്റ് കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ട്രെയിനിങ് സെഷൻ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യമേ നമ്മൾ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് കംപ്ലീറ്റ് അനലൈസ് ചെയ്യാനാണ്. കാരണം മാർക്കറ്റിന്റെ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലാവാതെ നമുക്ക് ഒരിക്കലും ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കില്ല. ആ അന്നത്തെ ദിവസത്തെ മാർക്കറ്റ് എന്താണെന്ന് നമ്മൾ അനലൈസ് ചെയ്യാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആദ്യമേ ഒരു അനലിസ്റ്റ് ആയി മാറുന്നത്, അതിനുശേഷമാണ് നമ്മൾ ഒരു ട്രേഡറായി മാറുന്നത്. അപ്പൊ നമുക്ക് ഒരു ഇതിൽ തന്നെ നമ്മൾ ഒരു അനലിസ്റ്റ് പ്ലസ് ഒരു ട്രേഡർ ആയിട്ടാണ് മാറുന്നത്. അതുപോലെ തന്നെ ചില ആളുകൾക്ക് ഇൻട്രാഡേ ട്രേഡിങ്ങിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല, അവർക്ക് സ്കാൽപ്പിംഗ് ആയിരിക്കും ഇഷ്ടം. അതുപോലെ തന്നെ ഏത് സമയത്ത് ഇരുന്ന് കഴിഞ്ഞാലും അവർക്ക് ട്രേഡ് എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എൻ്റെ ഈ ഒരു ട്രെയിനിങ് പ്ലാറ്റ്ഫോമിൽ ഉണ്ട്. ഇത് 100% എനിക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ റിസ്ക് മാനേജ്മെന്റ്, നമ്മളിപ്പോൾ ട്രേഡ് എടുക്കുമ്പോൾ ചിലപ്പോൾ 100% ആക്യുറസി സ്ട്രാറ്റജിക്ക് ഉണ്ടാവില്ല, ഒരു 95 to 99% ആയിരിക്കും ആക്യുറസി ഉണ്ട്. അപ്പൊ നമ്മൾ എടുക്കുന്ന സമയത്ത് ഒന്ന് റോങ് ആയി പോയിട്ടുണ്ടെങ്കിൽ പോലും ആ സ്പോട്ടിൽ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഞാൻ എടുത്തത് റോങ് ആണ്, എനിക്ക് ഇവിടെ വെച്ച് കട്ട് ചെയ്യാം. ആ നിമിഷം തന്നെ നമ്മൾ അതിന്റെ റിസ്കിനെ മാനേജ് ചെയ്യും. അതായത് സ്റ്റോപ്പ് ലോസ് ഒന്നും ഹിറ്റ് ആവാൻ പോലും നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല, നമ്മൾ ആ റിസ്കിനെ മാനേജ് ചെയ്യും, ചെറിയ ലോസിലേക്ക് പോവുകയും ചെയ്യും. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വളരെ ഈസി ആയിട്ട് നമുക്കത് റിക്കവർ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ആ ഒരു രീതിയിലാണ്, അതായത് നമ്മൾ മാർക്കറ്റ് അനലൈസ് ചെയ്യുന്നുണ്ട്, ട്രേഡ് എടുത്ത് പഠിപ്പിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ റിസ്കിനെ മാനേജ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഒരു മാർക്കറ്റിന്റെ ഫുൾ കാര്യങ്ങളും ഒരുപാട് ടെക്നിക്കൽ വേർഡ്സുകളും നമുക്ക് മനസ്സിലാകാത്ത ഭാഷയിലുള്ള കാര്യങ്ങളും ഒന്നുമല്ല നമ്മൾ ഇതിൽ പഠിപ്പിക്കുന്നത്. ഒരു സിമ്പിൾ സ്ട്രാറ്റജി വെച്ചുകൊണ്ട് കംപ്ലീറ്റ് മാർക്കറ്റിനെ നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ട് നമ്മളൊരു പെർഫെക്റ്റ് ട്രേഡർ ആകുന്നത് വരെയുള്ള ഒരു സപ്പോർട്ടാണ് ഈ ഒരു ട്രെയിനിങ് സെഷനിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ട്രെയിനിങ് സെഷന്റെ ഇന്റൻഷൻ തന്നെ അതാണ്. കാരണം ഈ കോഴ്സ് വിട്ടിട്ട് എനിക്ക് ഒരുപാട് എന്താ പറയുക, ഒരു ക്യാഷുകാരി ആകാം എന്നുള്ള ഒരു ചിന്താഗതിയിലല്ല ഞാൻ ഈ ഒരു ട്രെയിനിങ് സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ട്രെയിനിങ് സെഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഒരുപാട് ചതിക്കുഴികളിൽ വീണ് ഒന്നും എടുക്കാൻ പറ്റാതെ ഒരുപാട് ക്യാഷ് ലോസ് വന്നിട്ടുള്ള ആളുകൾക്ക് ആരുടെ സഹായമില്ലാതെ, അതിനി ഒരാളെ വരുന്നുള്ളൂ എങ്കിൽ പോലും ആ ഒരാള് ആരുടെ സഹായമില്ലാതെയും ഒരു ട്രേഡറാക്കി അയാളെ മാറ്റുക എന്നുള്ളതാണ് ഈ ഒരു ട്രെയിനിങ് സെഷന്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പേയ്മെന്റ് ഇനി ഒരിക്കലും കുറയാനായിട്ട് പോകുന്നില്ല. കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ ഈ ട്രെയിനിങ് സെഷന്റെ ഫീസ് കൂടാൻ തന്നെയാണ് സാധ്യതയുള്ളത്. കാരണം ഇതിന് അത്രയും വാല്യൂ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വാല്യൂ അറിഞ്ഞു വരുന്ന ആളുകൾ മാത്രമേ എൻ്റെ ക്ലയൻസ് ആയിട്ട് ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിലുള്ള എല്ലാ ആളുകളും എൻ്റെ ക്ലയൻസ് ആകണമെന്ന് എനിക്ക് യാതൊരു തരത്തിലുള്ള നിർബന്ധങ്ങളും ഇല്ല. കാരണം ഇതിന് വാല്യൂ ഉണ്ട്, ഇതിന് ക്വാളിറ്റി ഉണ്ട്. കാരണം നമ്മളൊരു
നമ്മൾ ഏതൊരു പ്രൊഡക്ട്സ് ആയാലും സർവീസ് ആയാലും നമുക്ക് പേയ്മെന്റ് കൂടുതലാണ് അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്റ്റിന്റെ ചാർജ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അതിന് ക്വാളിറ്റി കൂടുതലായിരിക്കും എന്ന് തന്നെയാണ് അതിനർത്ഥം. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഒരു എന്റെ ട്രെയിനിങ് സെഷനിൽ ഞാനൊരു 100% എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. എൻ്റെ അടുത്ത് വരുന്ന ഒരു ക്ലയന്റ് എന്തായാലും 100% ആ ആൾക്ക് സ്വന്തമായി ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ ഒരുപാട് ക്യാൻഡിൽസ്, ഒരുപാട് ലൈൻസ് കാര്യങ്ങളൊക്കെ വരച്ച് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന യാതൊരു കാര്യങ്ങളും നമ്മളുടെ ഈ ട്രെയിനിങ് സെഷൻസിൽ ഉണ്ടായിരിക്കില്ല. ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു രീതിയിലായിരിക്കും നമ്മുടെ ട്രെയിനിങ് സെഷൻസും കാര്യങ്ങളും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ റെക്കോർഡഡ് സെഷൻ കൊടുത്തിട്ടല്ല ഇത് ചെയ്യുന്നത്. ഒരു റെക്കോർഡ് എടുത്തിട്ട് ഇതെല്ലാം നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ചെയ്തോളൂ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, അത്തരം രീതിയിലുള്ള യാതൊരു സെഷൻ. നിങ്ങൾ ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും, ഇവിടെ എടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്താണ് നമ്മൾ ഒരു കോൺഫിഡൻസ് ലെവലിലേക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഫീസ് കാര്യങ്ങൾ കുറച്ച് കൂടുതലാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പെട്ടെന്ന് കേൾക്കുന്ന സമയത്ത് ഇത് കൂടുതലാണല്ലോ എന്നുള്ള ഒരു രീതിയിലേക്ക് നമുക്ക് പോകാനുള്ള ഒരു ഇതുണ്ടാകും. അത് ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ആണ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് VIP-യുടെ എൻക്വയറീസും അതുപോലെ തന്നെ ട്രെയിനിങ്ങിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്